ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇന്ന് എന്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഡൂയിങ് എ ഡേ ഇൻ മൈ ലൈഫ് ടുഡേ. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു റീസെറ്റ് മൈ വാർഡ്രോബ് ആൻഡ് എവറിത്തിങ്. കാരണം വിൻ്റർ തുടങ്ങാറായി. സോ അതുകൊണ്ട് സമ്മർ ക്ലോത്ത്സ് ഒക്കെ പുറകോട്ട് വെച്ച് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കേണ്ട സമയമായി. അതുപോലെ തന്നെ അല്ലറ ചില്ലറ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ്, കുക്കിംഗ്, ക്ലീനിങ് അങ്ങനെയൊക്കെ ഉണ്ട്. So, welcome to my day in my life. ഞങ്ങൾ പൊതുവേ സാധനം മേടിക്കുന്നത് ലിഡിൽ, ടെസ്കോ, മോറിസൺസ് അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ്. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഏറ്റവും അടുത്ത് ലിഡിലായതുകൊണ്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഇറച്ചി, മീൻ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഒരു വീട്ടിലോട്ട് ആവശ്യം വേണ്ട എല്ലാം ഉണ്ട് അവിടെ തന്നെ. ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള സാധനമാണ് എപ്പോഴും മേടിക്കാറുള്ളത്. കാരണം അധികം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാ സാധനത്തിലും എക്സ്പയറി ഉണ്ട്. അപ്പോൾ അതെന്തായാലും ചീത്തയായി പോകുന്നറിയാം. സോ വീക്ക്ലി വൺസ് ആയിരിക്കും ഷോപ്പിംഗ്. അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഈ ആഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പം തിരിച്ചു പോവാം ഞങ്ങൾ. കാരണം 12:30 റൂട്ടിന് ഓൾറെഡി ജോലിക്ക് പോകാൻ സമയമായി. അങ്ങനെ അരൂട്ടൻ ധൃതിക്ക് വന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ഇനി ബാക്കി ക്ലീനിങ്ങിലോട്ടൊക്കെ കിടക്കാൻ. ഞാൻ ഇനിയിപ്പം വീട് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം തുടങ്ങിയാലേ വൈകുന്നേരം ആകുമ്പോഴെങ്കിലും തീരത്തുള്ളൂ. അപ്പം ഡ്രസ്സും വാർഡ്രോബും ഇതെല്ലാം സെറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ക്ലീൻ. നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴാണ് നമ്മുടെ കാണാതെ പോയ കുറേ ഡ്രസ്സുകൾ കാണുന്നത്. ഇതൊക്കെ കുറേ നാളായി ഞാൻ കാണാതെ വെച്ച കുറേ സാധനങ്ങളൊക്കെ തപ്പി കിട്ടുന്നുണ്ട്. ഇനി ഇതായിരുന്നു എൻ്റെ കല്യാണ സാരി. ഞാൻ പിന്നെ ഇതൊരിക്കലും മാത്രമേ ഉടുത്തിട്ടുള്ളൂ. പിന്നെ ഉടുക്കാൻ ഒരു അവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇതൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. ഇനിയിപ്പം എവിടെയെങ്കിലൊക്കെ ആരുടെയിലൊക്കെ കല്യാണത്തിന് ഉടുക്കാം. എൻ്റെ സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഞാൻ ഈ ഒരു ഇപ്പുറത്തെ സൈഡിലോട്ട് ഇടാൻ പോവാണ്. കാരണം ഞങ്ങൾ എപ്പോഴും പൊതുവെ തുറക്കുന്നത് ആ സൈഡാണ്. അപ്പം അവിടെ വിന്റർ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ സൈഡ് തുറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി ഒരു 10-15 മിനിറ്റ് കൊണ്ട് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. വിന്റർ ക്ലോത്ത്സ്, അങ്ങനെ ഇങ്ങനത്തെ കോട്ട്, ജാക്കറ്റുകൾ, അതുപോലെ തന്നെ ഹുഡി, അതൊക്കെ ഞാനെടുത്ത് ഫ്രണ്ടിൽ വെച്ചു. സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഈ സൈഡിൽ പോയി. പിന്നെ താഴെയും കുറച്ച് നമുക്ക് സ്പേസ്, ഈ വാർഡ്രോബിൽ വേറെ ഇതൊന്നുമില്ല, തട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ബാക്കി താഴോട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ബെഡ്റൂം ഏകദേശം സെറ്റായി. ഇനിയിപ്പം ബെഡ്റൂം ഒന്ന് വാക്യൂം ചെയ്താൽ മതി. അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒന്നിച്ചെല്ലാം കൂടെ ഒരുമിച്ച് വാക്യൂം ചെയ്യും. ഇനിയിപ്പോൾ മെയിനായിട്ട് ലൗഞ്ച് അത്ര വൃത്തിയോടൊന്നുമല്ല, ബട്ട് എന്നാലും ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കണം. ഇതാണ് ഇപ്പോഴത്തെ അടുക്കളയുടെ അവസ്ഥ. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പം ഇനിയിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് കാണാം. ഞാൻ എൻ്റെ 3-4 മണിക്കൂറത്തെ ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാനൊന്ന് കുളിച്ച് സുന്ദരിയായിട്ട് വന്നതാണ്. അപ്പം ഇനിയിപ്പോൾ ട്രെയിനിങ് ആണ് എനിക്ക് പെൻഡിങ് ഉള്ളത്. കുക്കിംഗ് ഉണ്ട് കുറച്ച് ബാലൻസ്, അത് ഞാൻ രാത്രിയിലത്തോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ട്രെയിനിങ് എനിക്കിത് ഡെഡ് ലൈനൊക്കെ ഓൾറെഡി കഴിഞ്ഞത്. അപ്പോൾ അത് ചെയ്ത് തീർന്നില്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതൊരു 10-15-20 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പം അത് ചെയ്ത് തീർത്തിട്ട് വേണം ബാക്കി എനിക്ക് എൻ്റെ സിനിമ സീരീസ് ലോകത്തോട്ട് കിടക്കാൻ വേണ്ടി. അപ്പം let me go and finish my training. Ta-da! അങ്ങനെ ഞാൻ കുറച്ച് നേരം ട്രെയിനിങ് ചെയ്തപ്പോൾ തന്നെ മടുത്ത് ക്ഷീണിച്ച് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി.
അപ്പം ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ട് ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചായ കുടിച്ച് ഇനിയിപ്പോൾ പയ്യെ ടി വിയിലോട്ട് കിടക്കാമെന്ന് വെച്ചത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ പിന്നെ ടി വി തുറന്നിട്ടേ ഇല്ല. കാരണം ഇങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും അല്ലറ ചില്ലറ തട്ടിക്കൂട്ടൊക്കെ ആയതുകൊണ്ട് പൊതുവെ ഈ സമയത്താണ് ഞാൻ അല്ലെങ്കിലും ടി വി ഓൺ ആക്കുന്നത്. കാരണം അപ്പോഴത്തേക്കേ പണിയൊക്കെ തീരത്തുള്ളൂ. നമുക്കിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം അവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും ഇങ്ങനത്തെ 3 ദിവസത്തിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം പയ്യെ ടി വി കാണാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒരു 9 മണി 10 മണി വരെ ടി വി കണ്ടുകൊണ്ടിരിക്കും. അപ്പം ടി വി കണ്ടോണ്ടിരുന്നപ്പോൾ ഓർത്തെ രാത്രിയിലത്തോട്ട് കഴിക്കാനൊന്നുമില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അരൂട്ടൻ രാത്രി എന്തായാലും സാലഡാണ് കഴിക്കുന്നത്. ഞാൻ വിചാരിച്ച എളുപ്പത്തിൽ പാസ്ത ഉണ്ടാക്കാൻ. എനിക്കാണ് അടുക്കളയിൽ ഒത്തിരി ഇങ്ങനെ കിടന്ന് കറങ്ങാൻ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പാസ്തയാണ് പൊതുവെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വേഗം തന്നെ പാസ്ത ഉണ്ടാക്കട്ടെ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ പാസ്ത റെഡിയായി. ഇത് വീട്ടിലെ തന്നെ ഒരു 5-6 സാധനം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊടുത്തു വിടാനും. പിള്ളേർക്കൊക്കെ പൊതുവെ പാസ്ത ഇഷ്ടമാണ്. അപ്പം പിന്നെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെ അത്യാവശ്യം പച്ചക്കറിയും വിറ്റാമിൻസും ഒക്കെ പിള്ളേരുടെ ദേഹത്ത് പോവുകയും ചെയ്യും. അതുപോലെ ജോലിക്ക് പോകുന്നവർക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പാസ്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ ദിവസം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആരോട്ടം വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ട് കിടന്നുറങ്ങും. പിന്നെ ഏറ്റവും വിഷമം നാളെ ജോലിക്ക് പോകണം എന്നുള്ളതാണ്. പക്ഷെ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പതിവ് പോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരും മറന്നു പോകണ്ട. And I'll see you soon with another video. Bye-bye.